തൊണ്ടയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം നിരന്തരമായ യോഗങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെതായ പ്രയാസമുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. വായിച്ചു, തിരുവെടുത്തുകൂടെ വായിച്ചു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിനോട് എതിർത്ത് നിൽക്കണം. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പാമ്പാടി സെന്ററിന്റെ കൺവെൻഷനാണ്. ഈ പാമ്പാടി, ചെന്നാമറ്റം, കൂരോപ്പട, കോത്തല, പിന്നെ അങ്ങോട്ട് വട്ടച്ചാപ്പടി, പിന്നെ ഇവിടെ എല്ലാം അനേക ദൈവമക്കളുണ്ട്. വിശേഷിച്ച് എലക്കൊടിഞ്ഞി ഇവിടെ എല്ലാം അനേക ദൈവമക്കളും കുടുംബങ്ങളുണ്ട്. തന്നെയല്ല, പെന്തിക്കോസിൻ്റെ ആരംഭകാലം മുതൽ ഈ പാമ്പാടിയിൽ പ്രവർത്തനം ആ സമയത്ത് തന്നെ ആരംഭിച്ചു. കുക്സായിപ്പ് പാമ്പാടി വന്നു. അന്ന് ആ സമയത്ത് ഇറങ്ങിയവരിൽ ചിലരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ്, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയത്തില്ല, എനിക്കും കണ്ടിട്ടില്ലെങ്കിലും ചരിത്രം അറിയാം. പാമ്പാടി മർക്കോച്ചൻ എന്ന് പറഞ്ഞൊരു കർത്തൃദാസൻ, കുന്നഞ്ചറ. അദ്ദേഹത്തിൻ്റെ മക്കളാണ് KM അബ്രഹാമും KN ജോണും. അവർ ദൈവസഭയോട് ബന്ധപ്പെട്ട് ശുശ്രൂഷകൾ ചെയ്തവരാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയമറ്റത്തിലെ കുടുംബം, ആ കുടുംബത്തിൽ അനേക പ്രിയപ്പെട്ടവരുണ്ട്. മാക്കേല കുടുംബം, മാട്ടയിലെ കുടുംബം, അങ്ങനെ ധാരാളം കുടുംബങ്ങളുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ എൻ്റെ ഭാഷയെ അഗ്രഗണ്യനായിരുന്നു PKC പാമ്പാടി ചാക്കോച്ചായൻ. അദ്ദേഹത്തിൻ്റെ ബൈബിൾ ക്ലാസ്സും പഠിപ്പീരും പ്രസംഗവും എല്ലാം അനുഭവിച്ചവരാ ഇവിടെ ഇരിക്കുന്നതിൽ പലരും. അങ്ങനെയുള്ള നല്ല ശിക്ഷണത്തിൽ വളർന്ന അറിവുള്ള ദൈവമക്കളാണ് ഈ ദേശത്തുള്ള അനേക പ്രിയപ്പെട്ടവർ. അതുപോലെ മൺമറഞ്ഞു പോയി നമ്മുടെ AI ചാക്കോച്ചൻ, ദൈവത്തിന് മഹത്വം. അങ്ങനെ അനേക പ്രിയപ്പെട്ടവർ, അവരെ എല്ലാവരെയും ഓർത്തവരുടെ നല്ല പ്രവർത്തികൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി മറ്റ് മുഖവരികളിലേക്ക് പോകുന്നില്ല. ഇവിടെയുള്ള ദൈവമക്കളെയും ദൈവദാസന്മാരെയും എല്ലാം പ്രവർത്തനങ്ങളേക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയണം. ചെന്നാമറ്റത്ത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞോനച്ചാൻ ഉണ്ടായിരുന്നു. അച്ചായൻ കടന്നുപോയി. ഈ ദേശത്ത് എവിടെ യോഗത്തിന് വന്നാലും കുഞ്ഞോനച്ചാൻ വെള്ള പാൻറ്റും ഒക്കെ ഇട്ട് മുന്നിൽ നിന്ന് നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യും. അല്ലേ, ഇളക്കമായിരുന്നു. അപ്പം അദ്ദേഹം വരുന്നതും നിൽക്കുന്നതൊക്കെ ഒരു അനുഗ്രഹമായിരുന്നു. പുളിക്കൊച്ചായൻ്റെ കാലത്താണ് പുള്ളി രക്ഷിക്കപ്പെടുന്നത്. അതിരങ്കയോർ സാറ് പുതുപ്പള്ളിയിൽ വേല ചെയ്യുന്ന കാലത്ത് കേട്ടിട്ടുണ്ട്. കുഞ്ഞോനച്ചാൻ ഷാപ്പിൽ ഇരുന്ന് കുടിക്കുക, കൊച്ചായൻ ചെന്ന് കൈക്ക് പിടിച്ചിഞ്ഞു കൊണ്ടുവന്ന് രക്ഷിക്കപ്പെടുത്തുകയായിരുന്നു. അപ്പം അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഉള്ള ദൈവമക്കൾ ഈ ദേശത്തുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ വാക്യം വായിച്ചു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെടുത്ത ഈ വാക്യം എല്ലാവർക്കും മനഃപാഠമാണ്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ കൂടിയതിൽ കൂടുതലും സിംഹഭാഗവും ദൈവമക്കളാണ്. അതുകൊണ്ട് ആ നിലയിലാണ് ഇന്ന് രാത്രി വചന ശുശ്രൂഷ. വെളിയിലെ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ആ നിലയിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കും വചനം ശുശ്രൂഷിക്കുന്നത്. ഇതിപ്പോൾ അകത്ത് നമ്മളെല്ലാം കൂടെ ആണല്ലോ കൂടിയേക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഇന്ന് രാത്രി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. കർത്താവ് അതിന് കൃപ നൽകുമാറാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവെടുത്ത പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങളിൽ ഈടുറ്റ ഒരു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. വേദപഠിതാക്കൾ പറയുന്നത് പുതിയ നിയമത്തിലെ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലെ. ഒന്ന് റോമാലേഖനവും 2 യാക്കോബിൻ്റെ ലേഖനവും. റെയിൽവേ പാളം പോലെ ഈ ലേഖനം എന്ന് പറഞ്ഞാൽ സമാന്തരമായിട്ട് പോകുക. കാരണം 2 ലേഖനത്തിലെയും 2 വിഷയങ്ങളാണ്. ഒരു വിധത്തിൽ ഇത് യോജിക്കുമോ എന്ന് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. റോമാലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാം, നമുക്കറിയാം, വിശ്വാസത്താലുള്ള നീതീകരണം. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. യാക്കോബ് പറയുന്നത് വിശ്വാസം മാത്രം പോരാ, അവൻ പ്രവൃത്തിയും വളരെ അത്യാവശ്യമാണ്. എന്നെ ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പം ഇന്ത്യ ദൈവസഭയുടെ മുൻ ഓവർസിയർ M. കുഞ്ഞപ്പി അവർകൾ, ഇപ്പോൾ ഞാൻ ആ പിക്ചർ വരെ എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം ഇരുന്നുകൊണ്ടാണ് ക്ലാസ്. കാലിനുമൊക്കെ വേദനയുണ്ട്. അപ്പം കാല് ഇങ്ങനെ തൂത്തോണ്ട്, പുള്ളിയുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തൂത്തോണ്ട് പറഞ്ഞ ഒരു പദമുണ്ട്. റോമാലേഖനവും യാക്കോബിൻ്റെ ലേഖനവും ഒരു പക്ഷിയുടെ 2 ചിറക് പോലാണ്.
രണ്ട് ചിറകുണ്ടെങ്കിൽ ഇതിനെ ശരിയായ നിലയിൽ പറക്കുവാനും വിഹരിപ്പാനും സാധ്യമാകും എന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് റോമാലേഖനത്തിലെ പ്രധാന വിഷയവും യാക്കോബിന്റെ ലേഖനത്തിലെ വിഷയം രണ്ടും വളരെ അത്യാവശ്യമാണ്. സ്തോത്രം, വിശ്വാസവും പ്രവൃത്തിയും. വേദപഠിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത് യാക്കോബ് വിശ്വാസത്തിന് വലിയ പ്രാധാന്യം, രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല, പ്രവൃത്തിക്കാണ് യാക്കോബ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്നാണ്. രക്ഷയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും യാക്കോബ് കൊടുത്തില്ലെന്നാണ്. എന്നാൽ നിങ്ങൾക്കറിയാം, പഠിക്കുന്നവർക്കറിയാം, ഈ യാക്കോബിന്റെ ലേഖനം പഠിച്ചാൽ ഇതുപോലെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത വേറൊരാൾ ഇല്ലെന്നുള്ളതാണ് എൻ്റെ വാദം. കാരണം മറ്റുള്ളവരെല്ലാം രക്ഷയെപ്പറ്റി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പരാമർശിക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ ത്രിവിധമാകുന്ന രക്ഷ, ഒന്ന് ആത്മരക്ഷ, രണ്ട് പ്രാണരക്ഷ, മൂന്ന് ദേഹരക്ഷ, ഈ മൂന്ന് രക്ഷയും യാക്കോബ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3 വാക്യം വായിക്കണം. 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യവും 5-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യവും 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യവും പറഞ്ഞ ക്രമത്തിൽ ഉറക്കെ വായിച്ചാട്ടെ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ആത്മരക്ഷ. സുവിശേഷ യോഗം കൂടെ ആണല്ലോ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ആത്മരക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അപ്പോൾ ആത്മരക്ഷ കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടും ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും രക്ഷപ്പെടാനൊക്കത്തില്ല, രക്ഷിക്കപ്പെടാനും ഒക്കത്തില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കെട്ടിയും ചുമ്മി ഉന്തിയും തള്ളിയും കൊണ്ടുപോകണ്ട, കയ്യും കാലും പൊക്കണ്ട, ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് സമർപ്പിക്ക്. യേശുവേ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, എന്നെ വീണ്ടെടുക്കണം, എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ ആ ക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ ആത്മരക്ഷ, അതാണ് യാക്കോബ് 1:21 പറയുന്നത്. ഇനി പ്രാണരക്ഷ 5:18ഉം 19ഉം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഒടുവിലത്തെ കണ്ണിക, സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അപ്പോൾ പ്രാണരക്ഷയ്ക്കും യാക്കോബ് പ്രാധാന്യം കൊടുത്തിരിക്കുക. അപ്പൊ ചെല്ലി പറയുന്നത് പ്രവൃത്തിക്ക് മാത്രം ഊന്നൽ കൊടുത്ത് രക്ഷയ്ക്ക് വലിയ ഊന്നൽ കൊടുത്തില്ലെന്നാ. കണ്ടോ യാക്കോബിന്റെ വിശേഷത? ഒന്ന് ആത്മരക്ഷ, അത് യേശുവിൽ കൂടി. 2 പ്രാണരക്ഷ, അതാണ് 5-ാം അധ്യായത്തിന്റെ 19-20 തിരുവെടുത്തുകളിൽ വിസ്തരിക്കണ്ടല്ലോ. ഇനി അടുത്തത്, ഇത് രണ്ടും കൊണ്ടൊരു മനുഷ്യന് ജീവിക്കാൻ ഒക്കത്തില്ലല്ലോ. ആത്മരക്ഷയും കിട്ടി, പ്രാണരക്ഷയും കിട്ടി, പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ദേഹരക്ഷ ആവശ്യമാണ്. വേണ്ടേ? വസ്ത്രം വേണം, പാർപ്പിടം വേണം, ഭക്ഷണം വേണം, അടിസ്ഥാനപരമായ കാര്യമല്ല നടക്കണം. നിങ്ങളുടെ ഇരിപ്പോണ്ട് നിങ്ങൾക്കൊന്നും വേണ്ടാന്ന് വന്ന് കാറ്റ് കൊണ്ട് വളരുക. ദേഹരക്ഷ ആവശ്യമാണ്. 2-ാം അധ്യായത്തിന്റെ 16, സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ അവന്റെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കണം. അപ്പോൾ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ഇത്യാദി കാര്യങ്ങളെല്ലാം ദേഹരക്ഷയ്ക്ക് ആവശ്യമാണ്, അതും കൊടുക്കണം. അതും യാക്കോബ് പറയുന്നുണ്ട്. അപ്പോൾ ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ, 3 വിധത്തിലുള്ള രക്ഷയും യാക്കോബ് തന്റെ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, യാക്കോബിന്റെ ലേഖനത്തിൽ 5 അധ്യായങ്ങളുണ്ട്. ഓടിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, 5 അധ്യായത്തിൽ പ്രധാനമായിട്ട് 5 വിഷയങ്ങൾ കൂടെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. 5ഉം 50ഉം വിഷയമല്ല, ധാരാളം വിഷയമുണ്ട്. പക്ഷേ നമ്മുടെ പാഠത്തോടുള്ള ബന്ധത്തിൽ ഓരോ അധ്യായത്തിലും പ്രധാനപ്പെട്ട ഓരോ വിഷയം. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച്, 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കണം, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം, 4-ാം അധ്യായത്തിൽ ആത്മിക പോരാട്ടം, 5-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത.
ക്രമത്താലെ വായിക്കണം. 1-ാം അധ്യായത്തിന്റെ 12 വാക്യം, 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 4-ാം അധ്യായം വായിച്ച കുറുവാക്യം 7-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ക്രമത്താലെ വായിച്ചാട്ടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച്, ഇനി 2-ാം അധ്യായത്തിൽ പ്രവൃത്തി 2:14. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? അപ്പോൾ പ്രവർത്തിക്ക് 3:5 നാവിന് നിയന്ത്രണം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പു പറയും. അപ്പോൾ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. 3:4-7 കുറുവാക്യമാണല്ലോ, അവൻ ആത്മീക പോരാട്ടം എതിർത്തു നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് പിശാച് ഓടിപ്പോകും. ഇനി 5-7 യേശുവിന്റെ പ്രത്യക്ഷത. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ആശയും യേശുവിന്റെ പ്രത്യക്ഷതയാ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തുമില്ല. അതാ നമ്മുടെ പ്രതീക്ഷ. ആ പ്രത്യാശ ഭാഗ്യകരമായ പ്രത്യാശയാ. വരുമേ തിരുവായി മൊഴിഞ്ഞപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ, വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. സ്വർഗീയ നാടെന്നു കാണാം എന്റെ വീട്ടിലെന്നതാ. സ്വർഗീയ നാടെന്നു കാണാം എന്റെ വീട്ടിലെന്നെത്താ. നവജറുജലമാകി മറിഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ, നവജറുജലമാകി മറിഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശയേറി വരുന്നേ. സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശയേറി വരുന്നേ. വരുമേ തിരുവായി മൊഴിഞ്ഞവനരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ, വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ. കൊണ്ടുപിരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. അവൻ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രത്യാശ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവാ. അപ്പോൾ യാക്കോബിന്റെ ലേഖനം 5 അധ്യായത്തിലും പ്രധാനമായിട്ട് 5 വിഷയം. 1-ാം അധ്യായത്തിൽ പരീക്ഷയെ സംബന്ധിച്ച വിഷയം, 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുക, 3-ാം അധ്യായത്തിൽ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം, 4-ാം അധ്യായത്തിൽ ആത്മിക പോരാട്ടം, 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. എല്ലാ ഭാഗവും എല്ലാ അധ്യായത്തിലും പ്രവേശിക്കുന്നില്ല, എങ്കിലും പറയാതിരിക്കാൻ തരമില്ല. 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം, അവൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമക്കൾക്ക് പരീക്ഷകളുണ്ട്, അത് സഹിക്കണം. പരീക്ഷ മാറിപ്പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്, പരീക്ഷ സഹിക്കണം. എക്സാമിന് സമയത്ത് ഉണ്ടയിട്ട് പോയാലോ, അങ്ങ് മുങ്ങി മൊബൈലും ഓഫാക്കി, നീ ആ കിടപ്പ് അവിടെ കിടക്കുകയുള്ളൂ, അടുത്ത ക്ലാസ്സിൽ കയറുകയല്ല. പരീക്ഷ സഹിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ പരീക്ഷ കഴിയുമ്പോഴാ നീ ആളെങ്ങനെ ഉണ്ടെന്ന് തെളിയാൻ പോകുന്നത്. ഇവിടെ നിങ്ങളെ കണ്ടപ്പോൾ ഇളകി പറഞ്ഞതല്ല, അനുഭവത്തിൽ നിന്നായി പറയാന്ന്. പരീക്ഷ സഹിക്കണം. ആ പരീക്ഷ കഴിയുമ്പം നീ ഒന്നുകൂടെ നന്നായിട്ട് തെളിഞ്ഞു വരും. ഞാൻ എപ്പോഴും പറയാനുണ്ട്, നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് വലിയ പരീക്ഷ വരണമെന്നാ. അവർ ആ ഡേറ്റ് നോക്കിയിരിക്കും. വലിയ പരീക്ഷ, പണ്ടൊക്കെ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വലിയ പരീക്ഷ. അപ്പോൾ പിള്ളേർ വലിയ പരീക്ഷ അത് വരണമെന്നാ പഠിക്കുന്ന പിള്ളേരുടെ പ്രാർത്ഥന. ഉഴപ്പി നടക്കുന്നവൻ്റെ പ്രാർത്ഥന, ദൈവമേ വലിയ പരീക്ഷ വരരുത്, അഥവാ വന്നാൽ സ്കൂളിന് തീ പിടിക്കണം, സാറ് ചത്തു പോകണം. കാരണം ഇവൻ ക്ലാസ്സിലും കയറിയിട്ടില്ല,
അന്നുള്ള പോഷനും പഠിച്ചിട്ടില്ല, അറ്റൻഡൻസും ഇല്ല. ഇവന് പറങ്ങാണ്ടി പെറുക്കി ഇടവഴിക്ക് നിൽക്കുക, പഠിച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ ഇവൻ എഴുതിയാൽ ഇവൻ തീർന്നു പോകും. എന്നാൽ ക്ലാസ്സിൽ പഠിച്ച് അറ്റൻഡൻസ് കൃത്യമായിട്ട് അവൻ കിട്ടി, അന്നുള്ള മോശം പിടിച്ച് ക്ലാസ് ടീച്ചറെ ശ്രദ്ധിച്ച് അന്നുള്ള ഹോംവർക്കും ചെയ്ത് അന്നുള്ള പാഠങ്ങൾ നന്നായി പഠിച്ച ആ കുട്ടിയുടെ ആഗ്രഹം പരീക്ഷ വരണം, പരീക്ഷ വരണം. പരീക്ഷ കഴിയുമ്പോൾ അവൻ ആള് തെളിയാൻ പോകുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, പോരാട്ടങ്ങളും പരീക്ഷകളും വരുമ്പോൾ നീ തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. നീ ആരാണ് തെളിയാൻ പോവാ. Praise the Lord. ഞാൻ ഇവിടെ നിന്നപ്പോഴാണ് എനിക്ക് നല്ല ശബ്ദം. എനിക്ക് വന്ന് അവിടെ അങ്ങോട്ട് വന്ന ഇച്ചിരൂടെ മാറ്റാം, അതോ ഞാൻ ഇവിടെ തന്നെ നിൽക്കണോ തീരുന്നതിനും വരെ? ഞാൻ എന്ത് അച്ഛനാകാനും പെണ്ണ് കെട്ടാനും തയ്യാറാ. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നിന്നിട്ട് നല്ല സുഖമുണ്ട്. ഈ കൺവെൻഷനൊക്കെ ചെല്ലുമ്പോഴേ മിക്കയിടത്തും പാട്ടുകാർക്ക് വേണ്ടി മാത്രമേ അവർ ചെയ്യുള്ളൂ. പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി നല്ല മൈക്കിയല്ല, ഇതൊന്നും ചെയ്യുകയല്ല അവർ. കുഴപ്പമില്ല, പാട്ടാവും. ഞാനും പറഞ്ഞത് അത്ര നമ്മളെല്ലാവരോടും യോജിച്ചെങ്കിലേ യോഗം വിജയിക്കുകയുള്ളൂ. സ്തോത്രം. ചിലടത്ത് എന്നാൽ പ്രസംഗിക്കുന്നവർക്ക് നല്ല മൈക്ക് കൊടുക്കുകയല്ല. എല്ലായിടത്തെയും കാര്യമല്ലേ. അപ്പം ഞാൻ ഇവിടെ നിൽക്കണോ അതോ ഇതിങ്ങോട്ട് തിരിച്ചു പോയി? നമുക്ക് ധാരണ ആദ്യം കണ്ടമാനം വേണ്ട. സ്തോത്രം. ചിലപ്പോൾ ഞാൻ ചാടും താഴെ, അത് എൻ്റെ മൂപ്പ് വരുമ്പോഴേ ഉള്ളൂ. ഇപ്പോൾ ചാടുകയല്ല. മതി മതി, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഹല്ലേലൂയ. ഇതുകൂടെ നിശ്ചലെന്ന് ദൈവത്തിൻ്റെ മകൾ ഈ പരുവത്തിന് നിൽക്കട്ടെ. എന്നും ഇതല്ലയോ. അപ്പോൾ അതുകൊണ്ട് തൊണ്ടയ്ക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ല, നിങ്ങളോടൊന്നും വൈരാഗ്യമോ മണക്കോ ഒന്നും ഉണ്ടായിട്ടല്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പാടുമ്പം എന്നെ പൂട്ടരുത്. എനിക്ക് തെറ്റിച്ചാൽ എനിക്കറിയാം. മുത്തായിപ്പൊന്നും വായിച്ച് എന്നെ ഒതുക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക. ഒരു കാര്യം പറയാം. മോനെ ഈ പരുവത്തിൽ നിൽക്കട്ടെ. ഒരു കാര്യം പറയാം. നീ പരീക്ഷ സാധിക്കണം. ആ പരീക്ഷ കഴിയുമ്പോൾ നീ ആരാന്ന് വെളിപ്പെടാൻ പോകുകയാ. പോരാട്ടങ്ങളും പരീക്ഷകളും പ്രതികൂലങ്ങളും ദൈവത്തിന്റെ പൈതലെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്, പതറി പോകരുത്. ഞാൻ എപ്പോഴും പറയും, അനുഭവത്തിൽ നിന്ന് പറയും, നീ മുഴങ്കാലിൻ മേലിരിക്കണം. നീ മുഴങ്കാലിൻ മേലിരുന്ന് ജാഗരിക്കുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കും. അയ്യോ പറയുക, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിൽ, എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ പരീക്ഷിച്ചു, അബ്രഹാമത്തിൽ വിജയം പ്രാപിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് ഇസഹാക്കിനെ യാഗം കഴിച്ചെന്നില്ല, കടിക്കാൻ നേരത്ത് ഒരാട്ടുകൊറ്റനെ പിടിച്ച് കണ്ടിച്ചെന്ന. ഇസഹാക്കിനെ യാഗം കഴിച്ചില്ലെന്ന ഉൽപ്പത്തിയിലെ. പക്ഷെ ആ സംഭവം യാഗം നടന്നതായിട്ടാണ് എബ്രായ ലേഖനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 21 മുതൽ ഒന്ന് വായിച്ചോ, പെട്ടെന്ന്. വിശ്വാസത്താൽ യാക്കോബ് 17 മുതൽ വായിച്ചോ മാമേ. അബ്രഹാമിനെ പറ്റി. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിനെ യാഗം അർപ്പിച്ചെന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതായിട്ട് തെളിവില്ല. അവരാജൻ കത്തി എടുത്തപ്പോഴേ കർത്താവ് ഇടപെട്ട് അവരാജ കണ്ടിക്കരുതെന്ന് പറഞ്ഞു. എടുത്ത കത്തി വീശിയൊന്നുമില്ല. ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് പൊട്ടത്തരം. ഇപ്പോഴും മിക്കതും പൊട്ടത്തരമൊക്കെയാ. നമുക്ക് ഉണർവുണ്ട്. അപ്പുറം കത്തി എടുത്ത് ഇങ്ങനെ ഓങ്ങി വീശി, അത് നമ്മളെ പെണ്ണുങ്ങളെ ഇളക്കാൻ പറയുന്നതാണ്. വീശിയില്ല, ഓങ്ങിയില്ല, കത്തി എടുത്തന്നേ ഉള്ളൂ. കത്തി എടുത്തപ്പോഴേ കർത്താവ് പറഞ്ഞു അവറാച്ച കണ്ടിക്കരുതെന്ന് പറഞ്ഞു. കാരണം കർത്താവിനറിയാം അവറാച്ചൻ പിന്നെ അമാന്തിക്കത്തില്ല. കത്തി എടുത്ത അവറാച്ചൻ കണ്ടിക്കും. നമ്മൾ കത്തിയെടുത്ത് പിന്നെ ഇങ്ങനെ വീശി ഓങ്ങിയൊക്കെ നിൽക്കും. ജീസസ്. കാരണം കണ്ടിക്കണ്ടെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ മുഴുവൻ ആക്ഷനാണല്ലോ. സ്തോത്രം. ചില നിങ്ങൾ കണ്ടിട്ടില്ല, കൺവെൻഷൻ ആരാധിക്കത്തില്ല, ഇങ്ങനെ നിൽക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കത്തി എടുത്തപ്പോഴേ കർത്താവിന് മനസ്സിലായി അവറാജ്യം കണ്ടിക്കും. അതുകൊണ്ട് അവർ അബ്രാമേ ബാലന്റെ മേൽ
കൈവക്കരുത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ടില്ല. പക്ഷേ ഈ സംഭവം സ്വർഗത്തിലെ ദൈവം യാഗമായിട്ട് അംഗീകരിച്ചു. അതാ എബ്രായ ലേഖനക്കാരനെ കൊണ്ട് പറയുക, ഒന്നുകൂടെ വായിച്ചേ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അടുത്ത വാക്യം, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. അടുത്ത വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. 2 വാക്യത്തിലും അർപ്പിച്ചെന്നാ. 2 സാക്ഷികളും 2 വാക്യം മതിയല്ലോ. അപ്പൊ 2 വാക്യത്തിന് കൊടുത്തിരിക്കുക, യാഗം അർപ്പിച്ചു. അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എന്തുവാണ്? അടുത്ത വാക്യത്തിലുണ്ട്, വായിര്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാൻ നിങ്ങളും സേവിക്കുന്ന ദൈവം അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. രോഗികളെ സൗഖ്യമാക്കുന്നവൻ, ഭൂതഗ്രസ്തരെ പിടിവിക്കുന്നവൻ, ചന്ദ്രോഗികളെ സൗഖ്യമാക്കുന്നവൻ, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നവൻ, ചകിടരെ കേൾക്കുമാറാക്കുന്നവൻ, മുടന്തനെ നടത്തുമാറാക്കുന്നവൻ, ഊമനെ സംസാരിപ്പിക്കുന്നവൻ, മരിച്ചവനെ ഉയർപ്പിക്കുന്നവൻ, നാട്ടം വെച്ചതിന് ജീവൻ കൊടുത്ത് പുറത്തിറക്കാൻ കഴിവുള്ളവനാ ദൈവം. എടാ, ഞാനും നീയും സേവിക്കുന്ന ദൈവം വട്ടുപിടിച്ച ദൈവം അല്ലെന്ന്. അഖിലാണ്ടങ്ങളുടെ ഉടയവനാ. ഉണ്ടാകട്ടെന്ന് പറഞ്ഞ സകല വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയ സർവജ്ഞനായ ദൈവം, അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ഇന്ന് രാത്രി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ധന്യനാകുന്ന ഏകാലപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, ആരും കാണാത്തവൻ. ഇന്ന് രാത്രിയിൽ ആ സർവജ്ഞനായ ദൈവത്തെ നാം ആരാധിക്കുക. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. അപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എബ്രായ ലേഖനകർത്താവ് എടുത്തിരിക്കുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവം വിശ്വസ്തൻ. അടുത്തത്, ശക്തൻ എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്യും. എങ്ങനുണ്ട്? സ്തോത്രം. അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഉൽപ്പത്തിയും കൂടെ ചേർത്ത് പിടിച്ചാൽ ഇസഹാക്കിനെ അബ്രഹാം കൊണ്ട് യാഗം കഴിച്ചു. ഇസഹാക്ക് മരിച്ചു. തിരിച്ചു വന്നത് ഉയർക്കപ്പെട്ട ഇസഹാക്കിനെയും കൊണ്ടാണ് വന്നത്. എബ്രായ ലേഖനവും കൂടെ ചേർത്ത് പഠിക്കുമ്പം സ്തോത്രം, ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചു വന്നത്. പോകാൻ നേരത്തും അബ്രഹാം പറഞ്ഞല്ലോ, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം ബാല്യക്കാരോട്. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. വിശ്വാസ പ്രഖ്യാപനം. ഇംഗ്ലീഷിൽ എന്തോ ഫെയ്ത്ത് ഡിക്ലറേഷനോ? തെറ്റിയോ? ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത് ആയിക്കോട്ടെ. വിശ്വാസ പ്രഖ്യാപനം. അബ്രഹാം വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു, എടാ നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ചെറുക്കനും അവിടെ ചൊല്ലും, ഞങ്ങൾ 2 പേരും ദൈവത്തെ ആരാധിക്കും. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, എടാ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം. അത് വേർപാട് പാലിക്കണം ദൈവമക്കള്. കഴുതയും ബാല്യക്കാരെയും കൊണ്ടുപോയ ആരാധന ശരിയാകുകയല്ല. അയ്യോ, ആരാധന ഇപ്പൊ ശരിയാ, സ്റ്റേജ് ആയിരിക്കുമ്പോൾ തന്നെ മൊബൈൽ തോണ്ടുക മാന്തുക മർത്താനും വല്ല ആരാധന ശരിയാകുന്നില്ലെന്ന് ഇല്ലെന്ന്. പല ബിസിനസ്സുകളല്ലേ, ആരാധന ശരിയാകുന്നില്ല. എല്ലാവരും ആത്മാവിൽ ആരാധിക്കും, ഇവനിങ്ങനെ ഉറുക്കനിരിക്കുമ്പോൾ ഇരിക്കുക, ദൈവത്തെ ആരാധിക്കുന്നില്ല, ശരിയാകുന്നില്ല. വേർപാടുണ്ടായിരിക്കണം. ബാലിക്കാൻ നിങ്ങൾ ഇവിടെ ഇരിക്കേ, നിങ്ങൾ കഴുതയുമായിട്ട് വിളിക്കണം, ഞാനും ചെറുക്കാനും കൂടെ അവിടെ ചെല്ലും. എൻ്റെ ഭാഷ പറയാ, ഞാൻ ചെറുക്കനുമായിട്ട് അവിടെ ചെല്ലും. എൻ്റെ കത്തിയുണ്ട്, വിറകുമൊക്കെ ഉണ്ട്, തീയുമൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചെന്ന് അവൻ്റെ കയ്യും കാലും കെട്ടി യാഗപടത്തിൽ ഞാൻ ഇവനെ കിടത്തി തുണ്ടം കണ്ടിക്കും. ഇവനെ കണ്ടിച്ചിട്ട് ഞാൻ ഇവന് തീ കൊളുത്തും. തീ കൊളുത്തി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു ഹോമയാഗം തികച്ചു തീരാൻ 2 മണിക്കൂറിനാണ്. 2 മണിക്കൂർ കൊണ്ട് എൻ്റെ ചെറുക്കൻ കത്തിച്ചാമ്പലായി ഒരു പിടി ചാരമാകും. ആ ചാരമായാൽ ചാരം കുടത്തിനകത്ത് നിറച്ച എവിടെയെങ്കിലും കൊണ്ട് ഒഴുക്കുകയല്ല, ഈ ചാരത്തിൽ നിന്ന് ഞാൻ ഇവനെ ഉയർപ്പിച്ചുകൊണ്ട് തിരിച്ചു വരും. എൻ്റെ ദൈവം അതിന് മതിയായവനാ. അല്ലാതെ അവൻ ചെറുക്കൻ്റെ ചാരം കുടത്തിനകത്ത് ആക്കി വെച്ച് അവൻ കുടുംബക്കാർക്കെല്ലാം കൂടെ വീതം വെച്ച് കൊടുക്കുകയല്ല. കുറച്ച് ചാരം നിങ്ങൾ പാമ്പാടി കൊണ്ടുവെക്കണം, പിന്നെ കുറച്ച് ചാരം നമുക്ക് വത്തിക്കാനിലോട്ടും കൊടുത്തേക്കണം, കുറച്ച് ചാരം നമുക്ക് ദേവലോകത്തോട്ടും കൊടുക്കണം, കുറച്ച് ചാരം ഓക്കുന്നെങ്കിൽ നമുക്ക് എവിടാ കുമ്പനാട്ടോട്ടും. കുമ്പനാട്ട് വേണ്ടായിരിക്കും, എന്നാ വേണ്ട.
എടാ, ഇസഹാക്കിന്റെ ചാരം നീ നമുക്ക് അല്ല. അബ്രഹാമിന്റെ വിശ്വാസം, ഞാൻ ഇവനെ കണ്ടിക്കും, തുണ്ടം തുണ്ടമായിട്ട് വെക്കും, തീ കത്തും, ഇത് കത്തി ഇവന്റെ മാംസം കത്തിക്കരിഞ്ഞ് ചാമ്പലാകും, ഒരു പിടി ചേരമാകുമ്പോൾ ഞാൻ ഇട്ട ചോടുകല്ല, ഈ ചേരത്തിൽ നിന്ന് ഇവനെ ഉയർപ്പിച്ചു തരുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ. ഇന്ന് രാത്രി നിന്റെ വിശ്വാസം വർദ്ധിക്കേ, വിശ്വാസം വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം. എന്റെ ദൈവം വിശ്വസ്തൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാ. നിന്റെ വിഷയത്തിന് ഇന്ന് രാത്രി ദൈവം പരിഹാരം തരും. ഈ രോഗം നിന്നെ മുടിച്ചു കളയാനല്ല, ഈ രോഗത്തിന് യേശു സൗഖ്യം തരും. ഈ പ്രശ്നം നിന്നെ തകർത്ത് കളയാനല്ല, ഈ പ്രശ്നത്തിൽ നിന്ന് യേശു നിന്നെ പിടിവെക്കും. ഉടമന ജലതലപടമന ദിരിപികപടപടമന. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക, എന്റെ കുടുംബം നശിച്ചു പോകത്തില്ല, ഞാൻ മുടിഞ്ഞു പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല, എന്റെ തലമുറ നശിക്കത്തില്ല, ഞാൻ ശുശ്രൂഷയിൽ പരാജയപ്പെടത്തില്ല. എന്റെ ദൈവം എന്നെ മാനിക്കും, സഭയെ ദൈവം ഉയർത്തും, സെന്ററിനെ അനുഗ്രഹിക്കും, ആത്മാക്കളെ ദൈവം തരും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ. അവിശ്വാസം എന്ന ദുഷ്ടകൃത്യത്തെ ശാസിച്ച് ഇന്ന് രാത്രി വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുക, എന്റെ ദൈവം എന്നെ പിടിവിക്കും, എന്റെ ദൈവം എന്നെ രക്ഷിക്കും, എന്റെ ദൈവം എനിക്ക് നീക്കുപോക്ക് നൽകും. നമ്മുടെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാ. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ പിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി സാത്താന്റെ കെട്ടുകളെ അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഞാൻ അധികാഭാഗം പറയുന്നില്ല, എന്നേക്കാൾ നന്നായിട്ട് ദൈവവചനം അറിയാവുന്ന കർത്തദാസന്മാരാ കേൾക്കുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ, ഈ പരീക്ഷ ജയിക്കുക ഉയർത്ത ഇസഹാക്കുമായിട്ടാണ് പോകുന്നത്. ഈ പ്രതിരൂപ സ്വരൂപമാണല്ലോ പഴയ നിയമവും പുതിയ നിയമവും, നടിലും പൊരുളും. അങ്ങനെ നടിലും പൊരുളും പഠിക്കുമ്പോൾ സാധാരണ പഠിക്കാറുള്ളതും പഠിപ്പിക്കാറുള്ളതും വലിയ കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് അങ്ങനെ വലിയ അപാകതയില്ല. അബ്രഹാം പിതാവായ ദൈവത്തിന് നെടലായിട്ട് നിൽക്കുകയും ഇസഹാക്ക് കർത്താവാകുന്ന ക്രിസ്തുവേശുവിന് നെടലായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ റിബേക്ക ദൈവസഭയ്ക്ക് നെടലായിട്ടൊക്കെ ആ നെടലും പൊരുളും പഠിപ്പിക്കുന്നത് വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ സൈബാജ അപ്പം അങ്ങനെ അങ്ങോട്ട് പഠിച്ചാൽ ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഞാനൊരു ചോദ്യം നിങ്ങൾക്കറിയാം, അങ്ങനെയെങ്കിൽ ഇസഹാക്ക് മരിക്കുന്നത് എത്രാം അധ്യായത്തിലാ? ഏതപ്പാ ഗോതമംഗലം വായിച്ച 2 സഹോദരിമാരുണ്ട്, അവരോടാ ചോദ്യം. മറ്റവരെവിടെ നിങ്ങളുടെ എല്ലിയോ മൈക്കിരിക്കുന്നത്. ഇസഹാക്ക് മരിച്ചത് ഏത് അധ്യായത്തിലാന്ന്? നിങ്ങൾ രണ്ടും അമ്മാമ്മ, ഇസഹാക്ക് മരിച്ചത് ഏത് അധ്യായത്തിലാന്ന് ഈ വിധത്തിൽ ചിന്തിച്ചാൽ? 22 അതെ, 22 അബ്രഹാമിനെ പരീക്ഷിക്കുന്നത്, 22 ഇസഹാക്കിനെ യാഗം കഴിക്കുന്നത്. അവിടെ കണ്ടിക്കുന്നില്ലെങ്കിൽ എബ്രാഹിം ചേർത്ത് പഠിച്ചാൽ യാഗം നടന്നെന്നാ. യാഗം അർപ്പിച്ചു 2 പ്രാവശ്യം. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ, നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് സഹായത്വമായിട്ട് നിൽക്കണേ. സ്തോത്രം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 22-ാം അധ്യായത്തിൽ ഇസഹാക്ക് മരിച്ച് അടക്കപ്പെട്ട ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഞാൻ പ്രത്യാശയ്ക്കൊരു കാര്യം പറയാം, ഇത് കാൽവറി മരണത്തിന് നിഴല. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം മനുകുലത്തെ രക്ഷിക്കുവാൻ, മാനവജാതിയെ രക്ഷിക്കുവാൻ, മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുവാൻ, മനുഷ്യവർഗത്തിന് രക്ഷ വരുത്തുവാൻ, അവരെ വീണ്ടെടുക്കുവാൻ ഒരുവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്നു. അതിന് നിഴലാണ് 22. ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വരിക. അപ്പം ഇസഹാക്കിന്റെ മരണം ഏത് അധ്യായത്തിലാ? 20 മൈക്ക് കൂടെ പറഞ്ഞു. ഉൽപ്പത്തി 22. ഇങ്ങോട്ട് നോക്കിയേ, ഒരു ചോദ്യവും കൂടെ. ഇസഹാക്കിന് അമ്മാമ്മ കുനിഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കുകയല്ലെന്ന് ഓർത്താണോ? കുനിഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, നേരെ നോക്കുമ്പോൾ ചോദിക്കുകയല്ല. 22-ലാണ് ഇസഹാക്കിന്റെ മരണം. ഇസഹാക്കിന്റെ കല്യാണം ഏത് അധ്യായത്തിലാ? ഭാഷന്മാരും പറയണ്ട. മാണിച്ച
24-ാം അധ്യായം. മാണിച്ചന്റെ ഇരിപ്പുണ്ട് കല്യാണത്തിന് വിളിക്കാത്തത് പോലെ ആയിരിക്കുന്നത്. 24-ലാണ് ഇസഹാക്കിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ 22-ൽ ഇസഹാക്ക് മരിച്ചു, അടക്കി ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വരിക. ഒരൊറ്റ അധ്യായം കഴിഞ്ഞ ഉടനെ ഇസഹാക്കിന്റെ കല്യാണമാണ്. ഞാൻ അധ്യായത്തിന്റെ കണക്കിലായി പറയാനേ, അധികം താമസമില്ല. ഒരൊറ്റ അധ്യായത്തിന്റെ വിടവേ ഉള്ളൂ. ആ വിടവും വലിയ വിടവാ. ഇസഹാക്കിന്റെ അമ്മ മരിക്കുക, സാറാമ മരിക്കുക. അതാ 23-ൽ സാറാമ മരിക്കുന്നു. ആ ഒരു ചെറിയ വിടവേ ഉള്ളൂ. അടുത്ത 24-ൽ ഇസഹാക്കിന്റെ കല്യാണം. എലയാസറിനെ വിട്ടു. എലയാസർ അതിന്റെ പരുവത്തിന് നിന്നപ്പം വെള്ളം കോരാനായിട്ട് ഇല്ല, ഈ കിണറ്റിൻകരയല്ല പരിപാടി മുഴുവൻ. ആട്ടെ, ആ നടത്തവും വരവും ഒക്കെ കണ്ടപ്പോഴേ മനസ്സിലായി ബാല അതിസുന്ദരി എന്ന അത് ആത്മീക സൗന്ദര്യം. ഒന്നും വിവരിക്കുന്നില്ല ഞാൻ. അവിടെ ആ നടപ്പും വരവും കണ്ടു, ചോദ്യമൊക്കെ ചോദിച്ചു. അതിനും ആൻസറൊക്കെ പുള്ളി പറഞ്ഞതുപോലെ ചില വെള്ളം കുടിക്കാൻ തരണമെന്ന് പറഞ്ഞപ്പം സഹോദരി എന്തുവാ പറഞ്ഞേ? ഉറക്കെ പറ. റിബാക്കയുടെ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്തുവാ പറഞ്ഞേ? നിനക്കും തരാം, ഒട്ടകത്തിനും കൊടുക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ എത്ര ഒട്ടകം ഉണ്ടായിരുന്നു? ഉള്ളതാട്ടോ 10 ഒട്ടകങ്ങൾ. 10 ഒട്ടകങ്ങൾ. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ 10 ഒട്ടകം നിനക്കും തരാം, നിന്റെ ഒട്ടകത്തിനും. ഇത് കേട്ടപ്പോൾ ഇവിടെ നടത്തോൻ രീതി, സംസാരവും ശൈലിയും പ്രകൃതവും ആ വരവും ഒക്കെ കണ്ടപ്പോഴേ എലയാസറിന് ബോധിച്ചു, ഇത് ഞങ്ങളുടെ വീട്ടിൽ നിർത്താൻ കൊള്ളാവുന്ന അല്ല 10 ലക്ഷം ഒരു ഭൂതോ അല്ല. തൂക്കുകയില്ല, വാരുകയില്ല, തുണിയും കഴുകുകയില്ല, വീട്ടിലുള്ളവർക്ക് ഒന്നും കൊടുക്കുകയില്ല. ചുമ്മാ ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നിന്നിങ്ങനെ എവളെ കണ്ടപ്പോഴേ പിടികിട്ടി, ഇവളെ കുടുംബത്തിൽ നിർത്താൻ കൊള്ളാം. ഉത്തമത്രിയായ ബാലയെ തിരഞ്ഞ ബ്രാഹ്മിൻ പ്രത്യാവരൻ ചെയ്ത ബലയെ. ഉത്തമത്രിയായ ബാലയെ തിരഞ്ഞ ബ്രാഹ്മിൻ പ്രത്യാവരൻ ചെയ്ത ബലയെ. പാടാൻ അധികം നേരമില്ല, അധികം ശീലം പാടാൻ നോക്കുകയല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ റിബാക്കയെ കണ്ട് ഇസഹാക്കിന്റെ കല്യാണമാണ്. അപ്പൊ 22-ൽ മരിച്ചു, അടക്കി ഉയർത്ത ഇസഹാക്ക്. 24-ൽ കല്യാണമാണ്. ഒരു കാര്യത്തോടെ പറയാം, കാൽവറിയിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കി തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു, ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അധികം താമസിക്കാതെ തിരുസഭയെ വേളി കഴിപ്പാൻ അവിടുന്ന് തിരിച്ചു വരാൻ പോവുക. 23-ാം അധ്യായത്തിൽ ഒരൊറ്റ വിടവല്ലേ ഉള്ളൂ. അടുത്ത 24-ൽ കല്യാണം നടക്കുകയല്ലേ. കാൽവറിയിൽ ദൈവത്തിന്റെ അളവുകോൽ വെച്ച് ദൈവത്തിന്റെ ദിവസങ്ങളും മാസങ്ങളും വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അധികം താമസമില്ലാതെ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് വാട്ടം, കറ, ചുളുക്കം, മാലിന്യമൊന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി തനിക്ക് മുൻനിർത്തേണ്ടതിന് അവൻ വേളി കഴിപ്പാൻ കടന്നു വരുവാൻ യേശു സമാഗതമായി. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. വാട്ടമാലിന്യം ഇല്ലാതെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ. ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ. വാട്ടമാലിന്യം ഇല്ലാതെ നീ നിന്നാൽ ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ. ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കഴിക്കോ. നീളെ യുഗമായി തന്റെ കൂടെ വാണിടാ. നീളെ യുഗമായി തന്റെ സിയോൻ കുമാരി കാന്തൻ വേഗം വരുന്നീതാ.
സിയോൻ കുമാരി നിൽക്കാതെ വേഗം വരുന്നീതാ. പ്രത്യാശയുള്ളവർ കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ ഒരു കാര്യം കൂടെ പറയാം. കർത്താവ് കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അധികം താമസിക്കാതെ സഭ ആരംഭിക്കുകയായിരുന്നു. എല്ലാം കൂടെ ഒരു 50 ദിവസം. ഇസഹാക്ക് മരിച്ചു, അടക്കി, ഉയർത്ത ഇസഹാക്കുമായിട്ട് എൻ്റെ ഭാഷ അവറാച്ചൻ വീട്ടിലോട്ട് വരുമ്പോൾ കേട്ട വാർത്ത എന്നാണെന്നറിയാമോ? സ്തോത്രം, അവന് വേണ്ടി ഒരു പെൺകുട്ടി അവിടെ ജനിച്ചെന്ന്. നിങ്ങൾ ആ തിരുവെടുത്തൊന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ. 23-ന്റെ മേളിൽ ഒരു ചെറിയ കണ്ണിക ഉണ്ടല്ലോ അമ്മാമ, ആ കണ്ണിക അങ്ങ് വായിച്ചു. അനന്തരം മിൽക്കായും നിന്റെ സഹോദരനായ നാഹോരിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു. നിന്റെ സഹോദരനാകുന്ന നാഹോറിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രാഹാമിന് വർത്തമാനം കിട്ടി. നിന്റെ സഹോദരനാകുന്ന അവന് പ്രിയപ്പെട്ടവന് മിൽക്കയും മക്കളെ പ്രസവിച്ചെന്ന് വർത്തമാനം കിട്ടി. അവരാരെന്നാൽ ആദിജാതൻ ഊസ്, പിന്നെ അവന്റെ ബ്രദർ ബൂസ്, പിന്നെ അവന്റെ അനുജൻ ബൂസ്, അരാമിന്റെ പിതാവായ കെമുവേല്, കേദശ്, കേശദ്, ഹസോ, പിൽദാശ്, ഇദലാഫ്, ബെഥുവേൽ. അടുത്തത് ബെഥുവേൽ റിബേക്കായെ ജനിപ്പിച്ചു. ആ റിബേക്കയാണല്ലോ ഇസഹാക്കിന്റെ വധു. അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇസഹാക്കുമായിട്ട് തിരിച്ചു വരുമ്പോൾ കേൾക്കുന്ന വാർത്ത ബെഥുവേലിന് റിബേക്ക ജനിച്ചെന്ന്. കാൽവരിയിൽ അവിടുന്ന് മരിച്ചു, അവൻ അടക്കി, തിരുവെടുത്ത് പറയും പോലെ 3-ന്റെ ഉയർത്തു. 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ 10 കൂടിയിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇരുന്ന ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയത് പോലെ അന്യഭാഷകളെ സംസാരിച്ചു തുടങ്ങി. പല ഭാഷക്കാരും ഒക്കെ കടന്നു വന്നു. പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് ഒരൊറ്റ പ്രസംഗം കൃപയിൽ നിന്നു. അവൻ 3000 എണ്ണം ഒറ്റയടിക്ക് കയറി. ആ 47-ാം വാക്യം, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. അധികം താമസിക്കാതെ യേശു തിരിച്ചു വരും. എന്തിന്? തിരുസഭയെ വേണു ചെയ്യുവാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പരീക്ഷകൾ വിവിധമായി വരുമ്പോൾ ക്ഷീണിച്ചും മടുത്തും പോകരുത്. നീ അതിനെ തരണം ചെയ്തതിനെ ജയിക്കണം. അവൻ കൊല്ലാവുന്നവനായി തെളിഞ്ഞു വരാൻ പോവാ. ഈ വിവിധ പരീക്ഷകൾ വരുമ്പോൾ എന്നെ കൊണ്ടൊക്കുമോ എങ്ങനെയാകുമെന്ന് ചിന്തിക്കണ്ട. പാപമടിക്ക് നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ നായകൻ. സ്തോത്രം. സകല വിഷയത്തിലും